കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു: കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ നോക്കുകൂലി എന്ന ഒരു സമ്പ്രദായമുണ്ട്. നോക്കുകൂലി എന്ന് പറയുന്ന ഈ സമ്പ്രദായം കാരണം കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാണ് എന്ന മട്ടിലാണ് അവർ പ്രസംഗിച്ചത്. കാര്യങ്ങൾ ഒട്ടും മനസ്സിലാക്കാതെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു കൊട്ടുകൊട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു പ്രസ്താവന അവർ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ളത്. നോക്കുകൂലി എന്ന ഒരു സമ്പ്രദായം കേരളത്തിലില്ല. എന്നാൽ ഇവിടെ തൊഴിലാളി വർഗത്തിന് ചില അവകാശങ്ങളുണ്ട്. ചില തൊഴിലുകൾ അവർക്ക് മാത്രമാണ് ചെയ്യാനുള്ള അധികാരമുള്ളത്. തെങ്ങ് കയറ്റം, ലോഡ് കയറ്റുക ഇറക്കുക, അപ്രകാരമുള്ള ചില തൊഴിലുകൾ അത് തൊഴിലാളികൾ ചെയ്യണം. അത് ട്രേഡ് യൂണിയൻ നിയമപ്രകാരം അവരുടെ അവകാശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. BJPയും കോൺഗ്രസും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിലാളി സംഘടനകൾ ഉണ്ട്. ചെയ്യുന്ന തൊഴിലിന് മാന്യമായ കൂലി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളി വർഗത്തിൻ്റെ ഈ അവകാശങ്ങളെ നിഷേധിക്കുകയും അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ കൂലി കൊടുക്കാതിരിക്കുകയും അവരെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ചില മുതലാളിമാർ ശ്രമിച്ചിട്ടുണ്ട്, വിശിഷ്യ കേരളത്തിൽ. അതിൻ്റെ പേരിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ ചിലപ്പോഴൊക്കെ തർക്കത്തിനും കാരണമായിട്ടുണ്ട്. തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾ അത് തങ്ങൾ സ്വയം ഇറക്കിക്കൊള്ളാമെന്നും അതിന് ഒരു തൊഴിലാളിയുടെയും സഹായം ആവശ്യമില്ല എന്നും, അതിന് ട്രക്കിലായാലും ലോറിയിലായാലും ബസ്സിലായാലും എന്ത് സാധനം കൊണ്ടുവന്നാലും തങ്ങൾ ഇറക്കിക്കൊള്ളാം, അതിന് തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് ശഠിക്കുന്ന ചില മുതലാളിമാർ കേരളത്തിലുണ്ട്. തങ്ങളുടെ ജോലി ചെയ്യാൻ തൊഴിലാളികളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിനുള്ള കൂലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന നിഷേധാത്മകമായ നിലപാടാണ് ഇവർ സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ നിലപാട് ശരിയല്ലല്ലോ. ഒരു ജോലിക്കും തൊഴിലാളിയുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന വ്യക്തികൾ എല്ലാ തൊഴിലുകളും സ്വയം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത തൊഴിലുകൾക്ക് തൊഴിലാളികളെ ക്ഷണിക്കുകയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾക്ക് അവർ സ്വയം മുന്നോട്ട് വരികയും ചെയ്യുക എന്നത് ഒരു ശരിയായ സമീപനമല്ല. ആഡംബര വീടുകൾ കെട്ടിപ്പൊക്കുന്ന മുതലാളി വർഗം എന്തുകൊണ്ട് അപ്രകാരമുള്ള ഒരു തൊഴിൽ അവർ സ്വയം ചെയ്യുന്നില്ല? അതിന് എത്രയോ തൊഴിലാളികളുടെ അധ്വാനം ആവശ്യമായിട്ട് വരുന്നു. ആ അധ്വാനം ഈ മുതലാളിക്കും മക്കൾക്കും നേരിട്ട് ചെയ്താൽ പോരെ? അങ്ങനെയുള്ള ആയാസകരമായ ജോലികൾക്കൊക്കെ ഈ തൊഴിലാളികൾ വേണം. എന്നാൽ വാഹനത്തിൽ വരുന്ന ഒരു സാധനം ഇറക്കി കൊടുക്കാനും കയറ്റിക്കൊടുക്കാനും അതിന് തൊഴിലാളികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിഷേധാത്മകമായ ഒരു സമീപനമല്ലേ? അപ്പോൾ ഈ തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുമ്പോഴാണ് തൊഴിലാളികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കത്തിന് കാരണമാവുകയും ചെയ്യും. തുച്ഛമായൊരു കൂലി ഈ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ എന്ത് പ്രയാസമാണ് ഈ മുതലാളി വർഗത്തിനുള്ളത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ തൊഴിലാളി സംഘടനകളില്ലേ? എല്ലാ തൊഴിലാളികളും ഈ പ്രശ്നത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലേ? തങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടാനും
തങ്ങളുടെ വരുമാനം ഉറപ്പുവരുത്താനും ഇവർ പരിശ്രമിക്കും എന്ന കാര്യത്തിൽ ഉറപ്പല്ലേ? ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ദന്തരഗോപുരത്തിൽ ഇരിക്കുന്ന ഈ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള നേതാക്കന്മാർ ഇതുപോലെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത്. നിലവിലെ NDA സർക്കാർ എപ്രകാരമാണ് അധികാരം പിടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നാട്ടിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച്, നാട്ടിൽ കലാപം സൃഷ്ടിച്ച്, വർഗീയ ധ്രുവീകരണം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ചാണ് ഈ നേതാക്കന്മാർ അധികാരം പിടിച്ചിട്ടുള്ളത്. അധികാരം പിടിച്ചടക്കിയ ഈ നേതാക്കന്മാരൊന്നും അധികാരത്തിൻ്റെ ശീതളച്ചായ അനുഭവിക്കുക എന്നല്ലാതെ ദന്തഗോപുരവാസം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നം ഒരിക്കലും മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ ദന്തഗോപുരവാസികളായ നേതാക്കന്മാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭയായ ഈ നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന മന്ത്രി കേരളത്തിൽ നോക്കുകൂലി എന്ന സമ്പ്രദായം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുകയാണ് എന്ന് പറയുമ്പോൾ അത് തീർത്തും നിരുത്തരവാദപരമായൊരു പ്രസ്താവനയായിപ്പോയി. ഇവിടെ ആരുടെ ജീവിതമാണ് ദുസ്സഹമായി പോകുന്നത്? അത് നമുക്കറിയാം. ഇവരുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ കുത്തക മുതലാളിമാരുടെ ജീവിതമാണ് ദുസ്സഹമായി പോകുന്നത് എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അംബാനിമാരുടെയും അദാനിമാരുടെയും ഒക്കെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇത്. ഇവർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിന് തന്നെ തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇത്. അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഈ സീതാരാമൻ ഒരിക്കലും ഈ മുതലാളി വർഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. ആ കാര്യം ഉറപ്പാണ്. മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ശക്തമാണ്. ഇവിടെ അവരുടെ ജോലികൾ അവർ തന്നെ ചെയ്യും. അല്ലാതെ അവർക്ക് ലഭിക്കേണ്ട കൂലി കൊടുക്കാതെ കുത്തക മുതലാളിമാർ ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ തൊഴിൽ മേഖല കൈയടക്കി ഇവർ ചെയ്യേണ്ട തൊഴിൽ സ്വയം ചെയ്ത് ഇവർക്കൊരു കൂലി കൊടുക്കാതിരിക്കുക എന്ന് ശഠിക്കുമ്പോൾ അതൊരിക്കലും കേരളത്തിൽ നടപ്പിലാവുകയില്ല. എന്നാൽ ഈ കുത്തക മുതലാളിമാരുടെ വിഷമം കണ്ടില്ല എന്ന് നടിക്കാൻ ഈ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള വ്യക്തികൾക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് നോക്കുകൂലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മോദി മഹാരാജാവിൻ്റെ രാജ്യത്ത് അദാനിമാർക്കും അംബാനിമാർക്കും മാത്രം ജീവിച്ചാൽ പോരല്ലോ, സാധാരണക്കാർക്കും ജീവിച്ച് പോകണ്ടേ?